നമസ്കാരം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ടോം ഹാങ്ക്സ് നായകനായി 2000 പുറത്തിറങ്ങിയ ഒരു അഡ്വഞ്ചർ ഡ്രാമ സിനിമയാണ് കാസ്റ്റവേ. ടോപ്പ് 10 സർവൈവൽ മൂവീസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യ 5-ൽ തന്നെ വരും ഈ സിനിമ. അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് ഒരു മോട്ടിവേഷണൽ സിനിമ എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് കാസ്റ്റവേ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഓരോരുത്തരും ആ സിനിമയിലുടനീളം സഞ്ചരിക്കും. അപ്പോൾ ആ സിനിമയുടെ കഥയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സിനിമയുടെ തുടക്കത്തിൽ 4 റോഡുകൾ ചേർന്നൊരു ജംഗ്ഷനാണ് നമ്മൾ കാണുന്നത്. അതിലൂടെ ഫെഡെക്സ് എന്ന കമ്പനിയുടെ വാഹനം ചീറിപ്പാഞ്ഞു പോകുന്നു. ഈ കമ്പനിയിലാണ് നമ്മുടെ നായകൻ ടോം ജോലി ചെയ്യുന്നത്. കമ്പനിയിൽ കൂടെയുള്ള വർക്കേഴ്സിനൊക്കെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കൊടുക്കുകയാണ് നമ്മുടെ ടോം. കയ്യിലൊരു ക്ലോക്കൊക്കെ പിടിച്ച് സമയം എങ്ങനെ കൃത്യമായി മാനേജ് ചെയ്ത് എങ്ങനെ സമയം വേസ്റ്റ് ചെയ്യാതെ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യാമെന്നാണ് അയാൾ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവൻ എല്ലാവരോടുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ആ കമ്പനിയിലെ ഉയർന്നൊരു പൊസിഷനിലാണ് നമ്മുടെ ടോം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ജോലിയിലാണ് അവൻ്റെ പൂർണ്ണമായ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ അവൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാലും പുള്ളിക്കാരനൊരു ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ ജോലി തിരക്കിനിടയിലും ഗേൾ ഫ്രണ്ടുമായിട്ട് സമയം ചെലവിടാൻ അവൻ സമയം കണ്ടെത്താറുണ്ട്. അങ്ങനെ ഒരു ദിവസം ടോമിന് ജോലി സംബന്ധമായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോവേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകരെല്ലാവരും ചേർന്ന് ടോമിന് ഒരു പാർട്ടി നൽകി. ആ പാർട്ടിക്ക് ശേഷം ടോം നേരെ പോയത് തൻ്റെ കാമുകിയുടെ അടുത്തേക്കാണ്. അവളുടെ പേര് കെല്ലി എന്നാണ്. അങ്ങനെ കെല്ലിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ടോം അവളെയും കൂട്ടി നേരെ എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിൽ വെച്ച് കെല്ലി ടോമിന് ഒരു ഗിഫ്റ്റ് നൽകുന്നു. മനോഹരമായ ഒരു വാച്ച്. ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ടോം കെല്ലിയോട് പറഞ്ഞു, നോക്ക്, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും. ഞാൻ തിരിച്ചു വന്ന ഉടനെ തന്നെ നമ്മുടെ വിവാഹമായിരിക്കും. ഐ ലവ് യു സോ മച്ച്, മിസ് യു. അത് കേട്ട ഉടനെ കെല്ലിക്കും ഭയങ്കര സന്തോഷമായി. അവളും ഒരുപാട് നാളായി കാത്തിരിക്കുന്നു അവന് വേണ്ടി. അങ്ങനെ വിമാനം ടോമിനെയും കൊണ്ട് പറന്നുയർന്നു. വിമാനത്തിനുള്ളിൽ വെച്ച് കെല്ലി കൊടുത്ത ഗിഫ്റ്റ് തുറന്നു നോക്കുകയാണ് നമ്മുടെ ടോം. ആ വാച്ചിനുള്ളിലായിട്ട് കെല്ലിയുടെ ഒരു ഫോട്ടോ അവന് കാണാൻ സാധിച്ചു. അവൻ അവളെക്കുറിച്ച് ഓർത്ത് അവളെ മിസ് ചെയ്ത് ഓരോന്നോരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ കിടന്നുറങ്ങിപ്പോയി. ഉറക്കമൊക്കെ കഴിഞ്ഞ് ടോം എഴുന്നേറ്റപ്പോഴേക്കും ആ ഫ്ലൈറ്റ് വല്ലാതെ ആടി ഉലയാൻ തുടങ്ങി. അവിടെ പെട്ടെന്ന് രൂപപ്പെട്ട ഒരു സൈക്ലോണാണ് അതിന് കാരണം. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ പൈലറ്റ്സിന് വിമാനം കൃത്യമായിട്ട് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ആ ചുഴലിക്കാറ്റിൽപ്പെട്ട് വിമാനം ഒരു കടലിലേക്ക് തകർന്നു വീഴുന്നു. മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ. എന്തോ ഭാഗ്യം കൊണ്ട് ആ വിമാനത്തിൽ നിന്ന് കെട്ടിയിരുന്ന ഒരു ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ടോം വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് വരുന്നു. വിമാനത്തിൽ നിന്നും കിട്ടിയ ഒരു ലൈഫ് ബോട്ടിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ടോം. സൈക്ലോണിട്ട് കുറയുന്നുമില്ല. അതിൻ്റെ കൂടെ വലിയ മഴയും വലിയ തിരമാലകളും ആ ലൈഫ് ബോട്ടിനെ ആട്ടിയുലച്ചുകൊണ്ടിരിക്കുകയാണ്. നരകതുല്യമായ ആ രാത്രി അയാൾ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് പേടിച്ച് ആ ലൈഫ് ബോട്ടിലിരിക്കുകയാണ്. ഏതോ ഒരു നിമിഷത്തിൽ ടോം തളർന്ന് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റ് നോക്കിയപ്പോൾ ലൈഫ് ബോട്ടിനൊപ്പം ടോമും ഒരു കരയിൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ജീവൻ തിരികെ കിട്ടിയ സന്തോഷത്തിൽ അയാൾ ആ കടൽക്കര മുഴുവൻ അലഞ്ഞു. പക്ഷേ ആരെയും അയാൾക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ ടോം അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കെട്ടുകൾക്ക് മുകളിലേക്ക് കയറി ചുറ്റും നോക്കി. അപ്പോഴാണ് ആ സത്യം അവൻ തിരിച്ചറിഞ്ഞത്. ആൾവാസമില്ലാത്ത മറ്റൊരു ജീവിയെയും കാണാൻ കിട്ടാത്ത ഒരു ദ്വീപായിരുന്നു അത്. അപ്പോഴേക്കും തകർന്ന വിമാനത്തിൽ നിന്ന് കുറെ ഫെഡെക്സിന്റെ ബോക്സുകൾ ഒഴുകി വരാൻ തുടങ്ങി. ഓടിപ്പോയി ടോം അതൊക്കെ എടുത്ത് കരയിലേക്ക് എത്തിച്ചു. ശേഷം താൻ ഒഴുകി വന്ന ആ ലൈഫ് ബോട്ട് ഒരു ടെന്റ് പോലെ ക്രമീകരിച്ച് ആ ദിവസം മുഴുവൻ ടോം അവിടെ ചെലവഴിച്ചു. എങ്ങനെയെങ്കിലും ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു ടോമിന്റെ മനസ്സിൽ. അതിനുവേണ്ടി കടൽ തീരത്ത് ഹെൽപ്പ് എന്ന് വലിയ രീതിയിൽ എഴുതി അതിലേക്ക് അവിടെ നിന്ന് കിട്ടിയ മരക്കൊമ്പുകളൊക്കെ വെച്ച് അത് സെറ്റ് ചെയ്ത് ആരെങ്കിലും തന്നെ സഹായിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് നമ്മുടെ ടോം. പെട്ടെന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് അവൻ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നു. ഒരു തേങ്ങ തെങ്ങിൽ നിന്ന് വീണിരിക്കുന്നതാണ് അവൻ കാണുന്നത്. അത് കണ്ടതോടെ ടോമിന് തൻ്റെ വിശപ്പടക്കാനായില്ല. ഒരുപാട് തേങ്ങകളും എടുത്ത് അവൻ വലിയ മൂർച്ചയുള്ള കല്ലുകൾ ഉപയോഗിച്ച് അത് തല്ലിപ്പൊട്ടിച്ച് ഒറ്റയിരുപ്പിന് അത് മുഴുവൻ തിന്നു തീർത്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ ദ്വീപ് ചുറ്റി നടന്ന് കാണുകയാണ് നമ്മുടെ ടോം. അതിനിടയിൽ ഒരു വലിയ മല അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചു. അതിന് മുകളിൽ കയറി നോക്കിയാൽ ആ ദ്വീപിനെ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അയാൾ ഊഹിച്ചു. അതിനുവേണ്ടി അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറി ചുറ്റും നോക്കുകയാണ് നമ്മുടെ ടോം. അതിനിടയിൽ കടലിലൂടെ എന്തോ വസ്തുവിനെ തിരമാലകൾ തള്ളി തള്ളി കരയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് അവൻ കാണുന്നു. ഒന്നും ചിന്തിക്കാതെ ടോം അവിടെ നിന്ന് ഇറങ്ങി താഴെ കോടി കടൽ തീരത്ത് വന്ന് ആ
സാധനം എന്താണെന്ന് നോക്കി. അതൊരു മനുഷ്യനാണെന്ന് ടോമിന് മനസ്സിലായി. താൻ ഈ ദ്വീപിൽ ഒറ്റപ്പെട്ടതിന്റെ വിഷമം അയാൾ ആ സമയത്ത് മറന്നു. ഈ ഒറ്റപ്പെടലിന് ഒരു കൂട്ടുകാരനെ കൂടി കിട്ടിയെന്ന് അവൻ സന്തോഷിച്ചു. എങ്ങനെയെങ്കിലും അയാളെ രക്ഷിച്ച് കരയിലേക്ക് എത്തിക്കാനായി കടലിലേക്ക് നീന്തിപ്പോയ അവൻ ഞെട്ടിപ്പോയി. അത് ഒരു മനുഷ്യ ശരീരം മാത്രമായിരുന്നു, ജീവനില്ലാത്ത ഒരു മനുഷ്യ ശരീരം. അവന്റെ ഫ്ലൈറ്റിലെ പൈലറ്റിന്റെ ശരീരമായിരുന്നു അത്. അവൻ അത് വലിച്ച് കരക്കേക്കിട്ടു. എന്നിട്ട് അത് അവിടെ തന്നെ അടക്കുകയും ചെയ്തു. ആ ശവശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ടോർച്ചും അദ്ദേഹത്തിന്റെ ഷൂവുമൊക്കെ ടോം ഊരി സൂക്ഷിച്ചു വെച്ചു. അന്ന് രാത്രി നിരാശയോടെ ടോം കടലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങ് ദൂരത്തായി ഒരു ചെറിയ വെളിച്ചം ടോമിന് കാണാൻ സാധിച്ചു. അവൻ സന്തോഷം കൊണ്ട് അലറിപ്പോയി. തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ടോർച്ച് എടുത്തിട്ട് കടലിലേക്ക് പലതവണ അവൻ സിഗ്നൽ കാണിച്ചു. ദൂരെയായിട്ട് പോകുന്ന ആ ബോട്ടിലുള്ളവർ ടോമിന്റെ സിഗ്നലുകളൊന്നും കണ്ടില്ല. അങ്ങനെ ടോമിന്റെ ആ പ്രതീക്ഷയും ഇല്ലാതെയായി. മറ്റൊരു വഴിയുമില്ലാതെ ടോം അന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു. എങ്ങനെയെങ്കിലും ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടണം, ഇവിടെ കിടന്ന് മരിക്കരുത്. അടുത്ത ദിവസം രാവിലെ തന്നെ തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ആ ലൈഫ് ബോട്ടിൽ കയറി ടോം അവിടെ നിന്നും പുറപ്പെട്ടു. പക്ഷെ അധിക ദൂരം പോവാൻ ടോമിന് സാധിച്ചില്ല. ആ തീരത്തടിക്കുന്ന വലിയ തിരമാലകൾ ടോമിനെയും ആ ലൈഫ് ബോട്ടിനെയും അടക്കം അടിച്ച് തെറിപ്പിച്ചു കളഞ്ഞു. തിരമാലകളിൽപ്പെട്ട് ആ ബോട്ട് പൂർണ്ണമായും തകർന്നുപോയി. മാത്രവുമല്ല ടോമിന്റെ കാല് അവിടെ ഉണ്ടായിരുന്ന പാറക്കല്ലുകളിൽ ഇടിച്ച് നന്നായിട്ട് മുറിയുകയും ചെയ്തു. നിരാശയോടെ മുറിഞ്ഞ കാലുമായിട്ട് അവൻ ആ ദ്വീപിലേക്ക് തിരിച്ച് കയറി വന്നു. തനിക്ക് ഇവിടെ നിന്നും ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നതുവരെ ഇവിടെ തന്നെ കഴിയാമെന്നും ടോം തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം ടോം നേരത്തെ തനിക്ക് കിട്ടിയിരുന്ന ആ ഫെഡെക്സിന്റെ ബോക്സുകളൊക്കെ തുറന്നു നോക്കുകയാണ്. ഒന്നിനുള്ളിൽ അയാൾക്കൊരു ലേഡീസ് ഡ്രസ്സ് കിട്ടി. മറ്റൊരു ബോക്സിലാവട്ടെ ക്യാരി ബാഗും റോപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടി. മറ്റൊന്നിൽ വിൽസണിൻ്റെ ഒരു ഫുട്ബോളും കിട്ടുന്നു. അതിനുശേഷം ടോം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ബാഗും റോപ്പും ഒക്കെ വെച്ചിട്ട് കാലിലെ മുറിവ് വരിഞ്ഞ് കെട്ടുന്നു. അതിനുശേഷം ഉണങ്ങിയ കമ്പുകളൊക്കെ എടുത്ത് പരസ്പരം കൂട്ടിയുരച്ച് എങ്ങനെയെങ്കിലും തീയുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ടോം. മണിക്കൂറുകൾ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് തീയുണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നെയും അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിനിടയിൽ ആ മരക്കമ്പ് പൊട്ടി അത് ടോമിന്റെ കയ്യിലേക്ക് കുത്തിക്കയറി. ആകെ ഫ്രസ്ട്രേറ്റഡായി പോയ ടോം അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തട്ടി മറിച്ചും വലിച്ചെറിയാനും ഒക്കെ തുടങ്ങി. അതിനിടയിൽ നേരത്തെ കിട്ടിയിരുന്ന ആ ഫുട്ബോളും അയാൾ വലിച്ചെറിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞ് സമനിലയൊക്കെ തിരിച്ചെടുത്തിയ സമയത്ത് ടോം തൻ്റെ മുറിഞ്ഞ കൈ ഉപ്പുവെള്ളത്തിൽ കഴുകി അതിന് ഒരു ചെറിയ കെട്ടൊക്കെ കെട്ടി അങ്ങനെ ഇരിക്കുകയാണ്. ശേഷം താൻ നേരത്തെ വലിച്ചെറിഞ്ഞ ഓരോ സാധനങ്ങളും എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ടോം ആ ബോളിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ രക്തം പതിഞ്ഞ പാട് ഒരു പ്രത്യേകത ആകൃതിയിൽ ആ ബോളിന് മുകളിലായിട്ട് വന്നിരിക്കുന്നത് അവൻ കാണുന്നു. അതിനൊരു വായൊക്കെ വരച്ച് അവൻ അതൊരു മനുഷ്യരൂപത്തിലാക്കിയെടുക്കുന്നു. എന്നിട്ട് ആ ബോളിന് വിൽസൺ എന്ന പേരിടുകയും ചെയ്തു നമ്മുടെ ടോം. എന്നിട്ട് ടോം വിൽസനോട് പറഞ്ഞു, ഹായ് വിൽസൺ, ഇനി മുതൽ നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ശേഷം വീണ്ടും ടോം തീയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ശ്രമം ഒടുവിൽ വിജയം കണ്ടു. തീ കത്തി. അത് കണ്ട് സന്തോഷം കൊണ്ട് ടോം തുള്ളിച്ചാടി. ശേഷം അന്ന് രാത്രി ആ തീക്ക് ചുറ്റും പാട്ടൊക്കെ പാടി ആഘോഷിച്ച് നമ്മുടെ ടോം കഴിച്ചുകൂട്ടി. ഇതൊക്കെ ആയപ്പോഴേക്കും ആ ദ്വീപിൽ കഴിയാനുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ടോമിന് ലഭിച്ചു. എന്നെങ്കിലും ആരെങ്കിലും വന്ന് തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ ടോം അവിടെ കഴിയുകയാണ്. നമ്മുടെ വിൽസൺ എന്ന ഫുട്ബോളിനെ ഒരു മനുഷ്യനായി തന്നെ ടോം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവനോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും അഭിപ്രായങ്ങൾ ചോദിക്കുകയും വരെ ടോം ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും അവനെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി തന്നെ ടോം കണ്ടു കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ ടോം തൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ രൂപം വരച്ചിടുന്നു. ശേഷം വിൽസനോട് ചോദിക്കുന്നു, ദേ നോക്കിയേ, അവൾ സുന്ദരിയല്ലേ, എനിക്ക് വേണ്ടി അവൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും എന്നൊക്കെ വിൽസനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം ടോം. ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്നും രക്ഷപ്പെടും, അന്ന് ഞാൻ തീർച്ചയായും അവളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ വിൽസൺ എന്നൊക്കെയാണ് അവൻ അവിടെ നിന്ന് സംസാരിക്കുന്നത്. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. 4 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ടോമിനെ വീണ്ടും നമ്മൾ കാണുകയാണ്. താടിയൊക്കെ വളർത്തി മുടിയൊക്കെ നീട്ടി ജട പിടിച്ച് ഉടുക്കാൻ ഒരു ചെറു തുണിയല്ലാതെ മറ്റൊന്നുമില്ലാതെ ആ ദ്വീപിൽ തന്നെ താമസിക്കുകയാണ് അയാൾ ഇപ്പോഴും. ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുന്നതും കാത്തുകൊണ്ട് ആ ദ്വീപിൽ നിന്ന് കിട്ടുന്ന തേങ്ങയും മീനുകളും ഞണ്ടുകളും ഒക്കെയാണ് ഉപജീവനത്തിനായി അയാൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കടലിനോട് ചേർന്നിട്ടുള്ള ഒരു പാറയിൽ എന്തോ സാധനം വന്ന് ഇടിക്കുന്ന ശബ്ദം കേട്ട് ടോം എത്തി നോക്കുന്നു. അയാൾ കാണുന്നത് ഒരു വലിയ മെറ്റൽ ഷീറ്റ് പാറയിൽ വന്ന് ഇടിച്ച് നിൽക്കുന്നതാണ്. ടോം അത് പതുക്കെ എടുത്ത് കരയിലേക്ക് കൊണ്ടിട്ടിട്ട് ചിന്തിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് തനിക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നത്, ഇതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾക്കൊരു ഐഡിയ തോന്നുന്നു. ഇതൊക്കെ ഉപയോഗിച്ച് ഒരു ചങ്ങാടം
ചങ്ങാടം കെട്ടിയുണ്ടാക്കി അതുപയോഗിച്ച് ഈ ദ്വീപിൽ നിന്നും പുറത്തു കടക്കാമെന്ന്. അങ്ങനെ പല ദിവസങ്ങളുടെ പരിശ്രമത്തിനൊടുവിൽ അവിടെ ഉണ്ടായിരുന്ന കുറെ മരക്കഷ്ണങ്ങളും മരക്കമ്പുകളും ഒക്കെ എടുത്തു വെച്ച് അയാൾ ഒരു ചങ്ങാടം തയ്യാറാക്കുന്നു. ആ മെറ്റൽ ഷീറ്റ് ഒരു മറയായിട്ടും ഉപയോഗിക്കുന്നു, അദ്ദേഹത്തിന് കിടക്കാനും മറ്റുമായിട്ടുള്ള ഒരു ചെറിയ അറ പോലെ. അതിനുശേഷം തൻ്റെ ഉറ്റ സുഹൃത്തായ വിൽസനോടായിട്ട് അയാൾ പറഞ്ഞു, ഹേയ് വിൽസൺ, നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്, നമ്മൾ എൻ്റെ സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് വിൽസനെ ആ ചങ്ങാടത്തിലേക്ക് സേഫായി വെച്ച് കഴിക്കുന്നതിനാവശ്യമായ തേങ്ങയും മറ്റുമൊക്കെ എടുത്ത് ചങ്ങാടത്തിലേക്ക് സുരക്ഷിതമായി വയ്ക്കുന്നു. എന്നിട്ട് ടോം അവിടെ നിന്ന് തുഴഞ്ഞ് നീങ്ങാൻ തുടങ്ങുന്നു. ഇത്തവണ വലിയ തിരകളൊന്നും ഇല്ലാത്തതിനാൽ ടോമിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ദിക്കറിയാതെയുള്ള ആ യാത്രക്കിടയിൽ ഒരു ദിവസം വലിയ കാറ്റും മഴയുമൊക്കെ വന്നു. വിൽസനാണെങ്കിൽ ഈ ചെറിയ ചങ്ങാടം കൊണ്ട് അതിനെയൊന്നും മുറിച്ചു നീക്കി രക്ഷപ്പെടാനായില്ല. കാറ്റും തിരമാലയും ഒക്കെ ആ ചെറിയ ചങ്ങാടത്തെ ആകെ ഉലച്ചു കളഞ്ഞു. ഇനി എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നും കരുതിയിട്ട് ടോം ഭയത്തോടെ അതിലിരുന്നു. പാവം തളർന്ന് അതിൽ കിടന്നുറങ്ങിപ്പോയി. പതിയെ കാറ്റും മഴയുമൊക്കെ ശമിച്ചു. പിറ്റേ ദിവസം രാവിലെ ഉറക്കമെഴുന്നേറ്റ ടോം നോക്കുമ്പോൾ തൻ്റെ ഉറ്റ സുഹൃത്തായ വിൽസനെ കാണാനില്ല. അയാൾ ആകെ ഞെട്ടിത്തരിച്ചുപോയി. നമുക്കൊക്കെ അത് വെറുമൊരു ബോളായിരിക്കാം, പക്ഷേ 4 വർഷത്തോളമായി ഒറ്റയ്ക്ക് കഴിയുന്ന അയാൾക്ക് ആ ബോള് ഒരു സുഹൃത്ത് തന്നെയാണ്. തൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാൻ പറ്റിയ ഒരു സുഹൃത്ത്. അയാൾ ആകെ അലമുറയിട്ട് കരയാൻ തുടങ്ങി. പെട്ടെന്നാണ് അങ്ങ് കുറച്ച് ദൂരെയായിട്ട് വിൽസനെ അവൻ കണ്ടെത്തിയത്. അപ്പോഴും ടോം അലറി വിളിച്ചു, പക്ഷേ ഇപ്രാവശ്യം അത് സന്തോഷം കൊണ്ടാണ്. എന്നിട്ട് ടോം വിൽസനോടായിട്ട് പറഞ്ഞു, വിൽസ, ഞാൻ ഇപ്പോൾ വരും, നീ പേടിക്കണ്ട, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇപ്പോൾ നിൻ്റെ അടുത്തെത്തും, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും. അതിനുശേഷം അയാൾ ആ ചങ്ങാടത്തിലുണ്ടായിരുന്ന ഒരു കയറെടുത്ത് അതിൻ്റെ ഒരറ്റം കയ്യിലും മറ്റൊരറ്റം ആ ചങ്ങാടത്തിലേക്കും കെട്ടി വെള്ളത്തിലേക്ക് ഊളിയിട്ടിറങ്ങുന്നു. ശേഷം നീന്തി വിൽസന്റെ അടുത്തെത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ആ കയറിൻ്റെ നീളം അത്രയ്ക്ക് പോരായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് വിൽസന്റെ അടുത്തെത്താൻ സാധിച്ചില്ല. തൊട്ടടുത്തെത്തിയിട്ടും അവനെ പിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ വിൽസനെ രക്ഷിക്കാൻ പറ്റാത്തതിൽ നെഞ്ചുപൊട്ടി കരഞ്ഞുപോയി ആ മനുഷ്യൻ. കഴിഞ്ഞ 4 വർഷക്കാലം തനിക്ക് ഭ്രാന്ത് പിടിക്കാതെ ആ ദ്വീപിൽ കഴിയാൻ സാധിച്ചത് വിൽസൺ ഒരാളുണ്ടായതുകൊണ്ട് മാത്രമാണ്. അതൊരു ബോളാണെന്ന് ടോമിന് അറിയാം. എന്നാലും തൻ്റെ ഓരോ കാര്യങ്ങളും പങ്കുവയ്ക്കാൻ അവൻ ഉണ്ടായതുകൊണ്ടാണ് താൻ ഇത്രയും കാലം പിടിച്ചു നിന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ വിയോഗം താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നോട് ക്ഷമിക്കൂ വിൽസൺ, നിന്നെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കാരണമാണ് നിനക്ക് ഈ ഗതി വന്നത്. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. എന്നോട് ക്ഷമിക്കൂ വിൽസൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വിഷമത്തോടെ മനസ്സില്ലാ മനസ്സോടെ തിരികെ ആ ചങ്ങാടത്തിലേക്ക് കയറി. പൊട്ടിത്തകർന്ന ആ ചങ്ങാടത്തിൽ കയറി കിടന്ന് അലമുറയിട്ട് കരയുകയാണ് ആ പാവം സുഹൃത്തായ വിൽസനെ ഓർത്ത്. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. ആ ചങ്ങാടത്തിൽ തളർന്നു കിടന്നുറങ്ങുകയാണ് നമ്മുടെ ടോം. പെട്ടെന്ന് അവൻ്റെ തൊട്ടു പിന്നിലായിട്ട് വലിയ ശബ്ദം കേട്ടു. പതിയെ കണ്ണു തുറന്ന് തിരിഞ്ഞു കിടന്ന് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാനായില്ല. ഒരു വലിയ കപ്പൽ അവന് പിന്നിലൂടെ പോകുന്നു. പക്ഷേ ടോമിന് എഴുന്നേറ്റ് നിന്ന് അവരെ കൈവീശി കാണിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ആകെ തളർന്നു പോയിരുന്നു അവൻ. ആ കിടന്ന കിടപ്പിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് കൈ ഉയർത്തി അവൻ സഹായത്തിനായി അപേക്ഷിച്ചു. ടോമിന് ആ കപ്പലിലുള്ളവർ ഇപ്പോൾ ദൈവമാണ്. അവൻ്റെ പ്രാർത്ഥന അവർ കേട്ടു. അവനെ രക്ഷിച്ച് അവർ കപ്പലിലേക്ക് കയറ്റി. കപ്പലിലെത്തിയ ടോം പുതിയ കുപ്പായമൊക്കെ ഇട്ട് ആ ജട പിടിച്ച രൂപമൊക്കെ മാറ്റി ഷേവൊക്കെ ചെയ്ത് വീണ്ടും പഴയ പോലെ സുന്ദരനായി. 4 ആഴ്ചത്തെ വിശ്രമത്തിന് ശേഷം അവൻ സ്വന്തം നാട്ടിലേക്ക് പോയി. തൻ്റെ പ്രിയതമയെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടെ. 4 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ ടോമിനെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കൂടാതെ ഒരുപാട് നാട്ടുകാരും അവിടെ തടിച്ചുകൂടിയിരുന്നു. എന്നാലും നമ്മുടെ ടോമിന് കാണേണ്ടിയിരുന്നത് തൻ്റെ കാമുകിയെയാണ്, കെല്ലിയെയാണ്. അവൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അയാൾ എങ്ങനെ 4 വർഷം കഴിച്ചുകൂട്ടിയെന്ന ആകാംക്ഷയോടെയാണ് നാട്ടുകാർ ഓരോരുത്തരും അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതെങ്ങനെയെങ്കിലും ടോമിൽ നിന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ടോമിന് അവരോടൊന്നും മറുപടി പറയാനുള്ള സമയമുണ്ടായിരുന്നില്ല. അവൻ അവൻ്റെ കാമുകിയെ കാണാനുള്ള വ്യഗ്രതയിലാണ്. കെല്ലിയെ പ്രതീക്ഷിച്ചിരുന്ന ടോമിനെ വെൽക്കം ചെയ്തത് മറ്റൊരാളാണ്. അയാൾ ടോമിനോട് ചോദിച്ചു, ഹായ്, നിങ്ങളാണോ മിസ്റ്റർ ടോം? ടോം പറഞ്ഞു, അതെ, ഞാനാണ്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല 4 വർഷത്തിന് ശേഷം നിങ്ങൾ തിരികെ വരുമെന്ന്. നിങ്ങൾ ആ വിമാനാപകടത്തിൽ മരിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയത്. ടോമിന് ആകെ ആശ്ചര്യമായി. അവൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഐ ആം സോറി, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ കെല്ലിയുടെ ഭർത്താവാണ്. അത് കേട്ടതോടെ നമ്മുടെ ടോം ആകെ തളർന്നുപോയി. ഇത്രയും കാലം തന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഘടകം അത് തൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ മുഖമായിരുന്നു. അവളാണ് തനിക്കിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അവൾക്ക് വേണ്ടിയാണ് മരണത്തോട് മല്ലടിച്ച് തിരികെ വന്നിരിക്കുന്നത്. എന്നാൽ അവൾ ഇന്ന് വേറെ ആർക്കോ സ്വന്തമാണ്. തൻ്റെ നഷ്ടപ്രണയത്തെക്കുറിച്ചോർത്ത് ടോം മനസ്സിൽ കരഞ്ഞുപോയി.
അപ്പോഴേക്കും കെല്ലിയുടെ ഭർത്താവ് കെല്ലിയെയും കൂട്ടി അവിടെ നിന്നും പോകുകയാണ്. കെല്ലിയാവട്ടെ അയാളോട് അപേക്ഷിക്കുന്നുണ്ട്, എനിക്ക് ഒരു തവണയെങ്കിലും ടോമിനെ കാണണമെന്ന്. പക്ഷേ അയാൾ പറയുന്നു, ഇല്ല, അത് നിനക്ക് കൂടുതൽ വിഷമമുണ്ടാക്കത്തേ ഉള്ളൂ, നീ ഇപ്പോൾ അവനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് അയാൾ പോകുന്നു. പക്ഷേ പാവൻ ടോം ഇത് ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. തകർന്ന മനസ്സോടെ അവൻ ഇതൊക്കെ നോക്കിക്കാണുകയാണ്. ആ വിമാനാപകടത്തിലൂടെ അവന് നഷ്ടമായത് തൻ്റെ വിലപ്പെട്ട 4 വർഷങ്ങൾ മാത്രമല്ല, ഒരുപാട് കാലമായി പ്രണയിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച തൻ്റെ പെണ്ണിനെ കൂടെയാണ്. സ്വപ്നം കണ്ട തൻ്റെ ജീവിതമാണ്. ശേഷം ടോമിൻ്റെ കമ്പനിയിലെ ആൾക്കാർ ടോമിന് ഒരു വലിയ പാർട്ടി നൽകുകയാണ്. വിലപിടിപ്പുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെയുണ്ട്, വലിയ വലിയ ഞണ്ടുകളും ഒക്കെ. പക്ഷേ ഇതൊക്കെ കണ്ട് നമ്മുടെ ടോം വെറുതെ നോക്കി നിൽക്കുകയാണ് ചെയ്തത്, ഒന്നും കഴിക്കാതെ. ഒരുപക്ഷെ തൻ്റെ ഇത്രയും കാലത്തെ ജീവിതം ഓർത്തിട്ടാവാം, കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് ഓർത്തിട്ടാവാം, അതിജീവിച്ച ദിവസങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാകാം. അതിനുശേഷം കുറച്ചു കാലം റിലാക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ടോം ഒരു യാത്ര പോകാൻ തീരുമാനിക്കുന്നു. നമ്മൾ ആദ്യം കണ്ടിട്ടില്ലേ 4 കൂടിയ ഒരു ജംഗ്ഷൻ, അവിടെ നിന്ന് തൻ്റെ പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുകയാണ്. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ സിനിമയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിക്കോട്ടെ അത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ